ഇത് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, കണ്ടോ കണ്ണൊക്കെ ഒരു ചത്ത പോയ പോലെ. ഞാനും ലിപ് ബാം മാത്രമേ ഇട്ടിട്ടില്ല. അപ്പോൾ ഇനിയുണ്ട് കേട്ടോ. പപ്പ ടോയ്ലറ്റിൽ പോയി കറക്റ്റ് സമയത്ത്. ഞങ്ങളങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പപ്പക്ക് വേണ്ടി അല്ല, ഡോക്ടറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഞങ്ങൾക്ക് 6K അടിച്ചാണ്, 5K അടിച്ച് 6K അടിച്ച് ഇനിയിപ്പം 7Kയിലോട്ട് വന്നുകൊണ്ടിരിക്കണല്ലേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഞങ്ങൾക്ക് പറ്റുന്ന കേട്ടോ. ഞങ്ങൾക്ക് ഇതേപോലെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നത്. നിങ്ങൾ ഇനിയും ഞങ്ങളുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഹോസ്പിറ്റലായാലും കുറച്ച് സംസാരിക്കണം കേട്ടോ. കേൾക്കാൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾ നെറ്റിച്ചിട്ട് കേൾക്കാം. ഓക്കെ, ഇനി ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ സന്തോഷമാണ് കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ കിടന്ന് മോങ്ങും. എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തൊക്കെ ഭയങ്കര പേടിയാണ്. അത് കാണിക്കാട്ടോ. ഇനി കിടന്ന് മോങ്ങണ കാണിച്ചില്ല. എനിക്ക് ഭയങ്കര പേടി. കൊച്ചുകുട്ടികളുടെ സ്വഭാവമോ, ചെറിയ ഇഞ്ചക്ഷന് പോയി ഭയങ്കര പേടിയാണ്, ഭയങ്കര പേടിക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തതാണോ എല്ലാം ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇനി കാണിക്കണം. അപ്പം ഇവിടെ പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാനിവിടെ. പിന്നെ പപ്പ ഇതോട്ട് വന്നിട്ടില്ല ഗൈസ്. എന്ത് ചെയ്യാൻ പപ്പ എവിടെ ചെന്നാലും ഉണ്ട് ഇങ്ങനെ. പിന്നെ കമൻറ്റ് ചെയ്യാത്തല്ലാരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കാട്ടോ ഞങ്ങൾക്ക്. അപ്പം ഇനി എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ പറയാം, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാട്ടോ. പിന്നെ നോമ്പാൻ വേണ്ടി പോകണ കേസ് നോമ്പിൻ്റെ എല്ലാ വീഡിയോസും ഞങ്ങൾ ഇടും കേട്ടോ. പറ്റാത്ത അല്ലേ, ഓരോ ദിവസവും ഞങ്ങൾ നോമ്പിൻ്റെ വീഡിയോ ഇടും. വയ്യാതിരിക്കുവാണ് എന്നാൽ വീഡിയോയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഈ സന്തോഷത്തിനൊക്കെ കാണും നിങ്ങളാണ് കേട്ടോ. നിങ്ങളാണ് സപ്പോർട്ടാണ്. ഇനി നമ്മൾ 7K അടിക്കാണ്ട് അതോടെ 8K അടിക്കാണ്ട് ഉമ്മച്ചി വന്നിട്ടുണ്ട്. അപ്പൊ ഉമ്മച്ചിക്ക് സ്കിന്നിന്റെ ഡോക്ടറിനെ കാണിക്കണം, എനിക്കും കാണിക്കണം, അതിനും കാണിക്കാട്ടോ. പക്ഷെ അതിവിടെ ഇല്ല, അതിവിടെ അല്ല, അത് കുറച്ച് പോകണം. അത് സ്ഥലം എനിക്കറിയത്തില്ല. പപ്പ എന്താ പറഞ്ഞു കേട്ടോ. ഈ വീഡിയോ തന്നെ പച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉമ്മച്ചി വണ്ടി ഇരിക്കുകയാണ്, ഇങ്ങോട്ട് നടക്കാൻ വയ്യാതാണ്, വണ്ടി തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഗീസ് ഇനി നമുക്ക് അവിടെ ചെക്കപ്പിൻ്റെ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. പപ്പ അതിന് ശേഷം പപ്പ വന്നു ഗീസ്. അപ്പോൾ ബില്ലൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഒന്ന് കാണിച്ച് ബില്ല് കാണിച്ച് ഇനി നമുക്ക് പോവാം ഗീസ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന നിങ്ങളെ കൊണ്ട് ഞാൻ കാണിച്ചു തരാം. കയറാൻ വേണ്ടി പോകും. ഡോക്ടറിൻ്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഗീസ്. ഫസ്റ്റ് ഫോൺ എപ്പോഴും അവനാണ് ഫോൺ പിടിച്ച് നടക്കണത്. എനിക്ക് കുറച്ച് ഇതല്ല കേട്ടോ കേസ്, ഇങ്ങനെ ഫോൺ പിടിച്ച് നടക്കാം. ഞാനും കൂടെ പോവാം. പഠിച്ചു തന്നെ താഴെ കിടന്ന സ്റ്റെപ്പാണ് കേസ്. ഇതാണ് പട്ടിക്ക് വേണ്ടി നടക്കുന്നത് പറയുന്നത്. ഓ ഇവനെ നാളെ കേട്ടു. സ്ഥലം എത്തി. സ്ഥലം ഇവിടെ നമ്മ ഇത് കൊടുത്തിട്ട് ഡോക്ടറിനെ കാണാം, ഏത് ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ കേസ് ആ പല്ലിക്കമ്പിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതുണ്ട ഇതൊക്കെ ഇതേപോലത്തെ പല്ലൊക്കെ എനിക്ക് പല്ലിക്കമ്പിയാണ്, കമ്പിയുടെ റെഡിയാക്കണം. ഇനി എന്നെ പല്ലിക്കമ്പിടിപ്പിക്കും. ഗീസ് കമ്പിട്ട തന്നെ കമ്പിടിപ്പിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ നല്ല വ്യൂ ഉണ്ട് ഗൈസ്. അങ്ങനെ ഇനിയും അപ്പം കയറി പോവാണ് കേട്ടോ. അവനാട്ടോ ഇനി കിടന്ന് വാശി വിളിച്ചോണ്ടിരിക്കുകയാണ്. പപ്പാനെ ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു വെറും പേടി തുണിയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ പപ്പാനായിട്ട് ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടോ. പപ്പക്ക് ഒരു പേടിയില്ല ഗൈസ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അവിടെ കണ്ട നമുക്ക് നോക്ക് ഇങ്ങനെ നോക്കാം പാവൊക്കെ. പപ്പന ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. മോമസ് അവിടെ ഇരിപ്പുണ്ട്. ഇത് ഇനിയാണ്ടാ ഇനി അടുത്ത് ഇനിൻ്റെ രണ്ടിനും ഭയങ്കര പേടിയാണ് കേസ്. അപ്പം പേടിയില്ല കേട്ടോ. ഇനി നോക്കിക്കൊണ്ടിരിക്കണം. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. എന്താണെന്ന് എനിക്കറിയത്തില്ല. സിരിഞ്ചും അങ്ങനത്തെ അതൊക്കെ എടുത്ത് വെച്ചു. ഇത് 3 വർഷം
ഇനി പപ്പൻ്റെ കയ്യിലൊട്ടി. ബ്ലഡ് ശരിക്കും എടുക്കുന്നത് ബ്ലഡ് പ്യുവർ ബ്ലഡ് എങ്ങനെ ബ്ലഡ് എടുക്കുന്നത് വേറെ ചെയ്യാത്തൊരിക്കൽ ആദ്യമായിട്ടാണ് ചെയ്യാൻ കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ റിയാക്ഷൻ. അറിയോ ചെയ്യാക്കാട് എല്ലാവരും വേടി ഫസ്റ്റ് ടൈമാണ്. ഇനി എന്തോ വലിയ കാര്യം ഇതാണോ പോലെ എല്ലാവരും ഞാൻ പ്യൂർ ബ്ലഡ്. കുടിക്കാൻ തോന്നുന്നു. കുടിക്കാൻ തോന്നുന്നു. ബ്ലഡ് എടുത്തതിനു പപ്പ ഇനി നോക്കിയിട്ടൊന്നും അത് കളിയാക്കിയ പോലെ. ഇനി അടുത്തതാണ് അടുത്ത ഇനിക്ക് തലാണെ കൊച്ചുണ്ടാവും. കണ്ട പച്ച കാണാൻ വരുമ്പോ പച്ച കളർ നെരുമ്പ് കണ്ട പച്ചയല്ലേ നേരത്തെ ഇളിച്ചോണ്ടിരുന്നതാ. സിസ്റ്റർ ഉണ്ടായേ കഴിഞ്ഞ ഒരു 2 മാസം കഴിഞ്ഞ മാസം 2 നല്ലൊരു വേദന പോലും ഉണ്ടായില്ല. നേരത്തെ പോലെ തന്നെ സിറിഞ്ചൊക്കെ ഇതാക്കി വെക്കണേ. അതെ അതെ കണ്ട പപ്പ കൂളാടിരിക്കണം. ഓക്കെ ഓക്കെ സാധനം കൂളായിട്ട് എടുത്ത് ഇനി അവിടെ ഇനി ചാരി നിന്നോ. ഇനി നോക്കണ്ട ഇങ്ങോട്ട് നോക്കിയോ. പേടിക്കാതെ നിന്നാ മതി. ഇനി ഇങ്ങോട്ട് നോക്കിയോ. അവൾ നോക്കിയോ. നല്ല നോക്കാൻ പറ്റുന്നില്ല. നീ പേടിക്കേ വേണ്ട. ഇങ്ങോട്ട് നോക്കിയോ. കുത്തിക്കോ കയ്യിലാണ് എടുക്കാറ്. വേർത്ത ലേസിയാണ് ഈ കയ്യിലാണ് എടുക്കാറ് സാധാരണ. എടുത്തേറ്റ് കണ്ണ് തുറന്ന് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ വെയിനൊക്കെ നോക്കണുള്ളൂ. ഇനി നോക്കിട്ട് എടുക്കാൻ പറ്റില്ല. ഇതിന്റെ ക്ലിയർ ആയിട്ട് കാണാം. 2 മീറ്റർ വേണം എനിക്കൊന്ന് താക്കണം. വേറെ ചുട്ടി പിടിച്ച് ചുട്ടി പിടിച്ചു ചുരുട്ടി പിടിച്ചോണ്ടിരി. എടുക്കാറുള്ളതാണ്. കുത്താറില്ല. പേടി മാറിയിട്ടില്ല എന്നിട്ട് ഇത്ര നാളായിട്ട്. പേടി മാറിയില്ല എന്നിട്ട് ഇത്ര നാളായിട്ട്. എന്റെ പഠിച്ചോനെ എനിക്ക് കുത്തൽ പേടിയാ. എന്ത് ടെസ്റ്റാണ്? പുറത്താണ് വേദനിപ്പിക്കാണ്. അങ്ങനെ ഈ അപ്പുറത്തെ കൈ മാറ്റിയിട്ട് ഇപ്പുറത്തെ കൈയാക്കി. കേസ് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ തിരിച്ചുകൊണ്ടിരുന്ന ഇന്ന എടുക്കാനായാ ഒരു 1.40 വേണ്ട വേറെ ഇടാൻ. ഗൈസ് അച്ചേട്ടങ്ങിലോട്ട് പോകണം. മിണ്ടില്ല ഇനി മിണ്ടാതിരുന്നു. പേടിക്കേ വേണ്ട. ഞാൻ ഇതിൻ്റെ കൈ കൊണ്ട് മാറ്റിട്ടോ. ചാരി
വിരല് ചുരുട്ടി പിടിച്ചു. അല്ലെ എന്നെ പിടിച്ചു. സത്യം പുറത്ത് വെയിറ്റ് ചെയ്തു. അതെ ഇതല്ല പുറത്ത് ഇത് മാത്രം അത് ഞാൻ നിങ്ങൾക്കൊക്കെ ലൈവായിട്ട് കാണാം കേട്ടോ. ഈ വള അയക്കണോ? വേണ്ട, ഇത് കൊണ്ടുണ്ടാടാ. ആ എൻ്റെ എന്താ അതിനൊന്ന് കഴിഞ്ഞ ആ പതിവായി ഇല്ലില്ല എടുക്കുക. ആ ഓക്കെ കഴിഞ്ഞു ഗെയ്സ്. ഞാൻ പറഞ്ഞേ മറ്റേ അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ പേര് ഗെയ്സ് പപ്പ അവിടെ കൂളായിരിക്കണ്. ഇവിടെ എന്താ ഞാൻ സാധനം ഒട്ടിക്കാനും കൂടെ മതി. കണ്ട കഴിഞ്ഞു കഴിഞ്ഞു ഇനി നീച്ചോ. എങ്ങനെ ഗെയ്സ് ആർട്ടിസ്റ്റാണ്. ഗെയ്സ് ഇതാണ് ഇനിയും പപ്പനെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ സഹായിച്ച വളരെ ഫ്രണ്ട്ലി ആയ നേഴ്സുമാര്. പാവമാണ് ഗെയ്സ്. ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനി അടുത്ത സ്ഥലത്തോട്ട് ഇനി സ്റ്റെപ്പ് ഇറങ്ങണം. അടുത്ത ഹോസ്പിറ്റലിലോട്ടുണ്ട്. അടുത്ത ഹോസ്പിറ്റലാണോ? ആ പിടിച്ചോ പിടിച്ചോ. അങ്ങനെ ഞങ്ങൾ ഞാനും വരും വെയിറ്റ് ചെയ്യാൻ വേണ്ടി. മോമിസനാണ് ഗെയ്സ് ആദ്യം വെയിറ്റ് ചെയ്തത്. എത്രയായി? കൂടിയോ ചോദിച്ചാ 38.20 അതാണ് മാറും. എന്റെ വെയിറ്റ് അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു. ചെരിപ്പൊക്കെ പേപ്പറിൽ പറഞ്ഞു. എനിക്ക് 41. എനിക്ക് നേരത്തെ 42 ഗെയ്സ് കുറഞ്ഞ്. ഞാൻ നന്നായിട്ട് തിന്നിട്ട് ഇനി അടുത്ത് പപ്പാന്റെ വെയിറ്റ് നോക്കലാണ്. ഇവിടെ എത്തിയപ്പോഴും വെയിറ്റ് നോക്കും. 65.50 ഗെയ്സ്. നമ്മന്റെ പ്രായത്തിൽ നമ്മക്ക് കാര്യം കാണിക്കാൻ വിട്ടുപോയി. എനിക്ക് അടുത്തത് BP ചെക്ക് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇഞ്ചക്ഷൻ കഴിഞ്ഞ് ഇനി BP. എന്റെ വീട്ടിൽ വേണമെന്ന് പറഞ്ഞു. ഞാനും പേഷ്യൻ്റ് തന്നെയാണ്. 20 അല്ല 20 കൂടുന്നുണ്ട്. 70.20. ഇനി വെയിറ്റ് വെക്കാൻ വേണ്ടി പോയാണ്. എനിക്ക് അപ്പോൾ BP വെക്കണേ നോക്കാൻ പറ്റില്ല. 128 ഉണ്ട് കേട്ടോ BP. നോർമലാണ്. ഇനി ടെൻഷൻ പകുതിയോളം കുറഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകും. അമ്മ ഡോക്ടറിനെ കാണാൻ കയറുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. BP ഒക്കെ ചെക്ക് ചെയ്താൽ വെച്ചാൽ അരമണിക്കൂർ മിനിമം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ തന്നെ നിൽക്കുവാണ്. ആ ഇനി അവൻ്റെ അതിലോട്ട് ഫോൺ കൈമാറുന്നു. ഗോൾ കീപ്പർ മാറി. പ്ലീസ് ഡേ ഇവിടെ കേൾക്കുന്നുണ്ട്. ഇനിയൊക്കെയുണ്ട് പപ്പനിക്ക് ഇവിടെ അന്നിക്കാണ്ട് ഇപ്പം എല്ലാം ഇനി കയറുമ്പോൾ കാണിച്ചാൽ സ്പേസ് ഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ പുറകിനുണ്ട് മോമിച്ചാൻ ഇനി നടന്നു വേണം. അപ്പം അവിടെ ഡോക്ടറിനെ നമ്മളിപ്പോൾ എവിടെ ക്യാൻറ്റീനോട്ട് പോകണം. ക്യാൻറ്റീൻ ഇവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനല്ല അവള് കോഫി അല്ല ഉമ്മാൻ്റെ അവിടെ അവിടെ പോയി അവിടെ നിന്ന് കഴിക്കാം. കുറേ നേരം ഉമ്മച്ചി അവിടെ നിൽക്കണം കേട്ടോ. പുറത്തോട്ട് നല്ല കാറ്റുണ്ട്. നമുക്ക് അടുത്ത കോഫി ഷോപ്പിൽ കൊടുക്കാം. ഇനി തിരുവമ്പാടി ഹോസ്പിറ്റലിലോട്ട് പോവാണ്ട് കേസ്. ഞാൻ അവിടെ ചെന്ന് കാണിച്ചു തരാം.